നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ നോർവേയോട് പൊട്ടി പുറത്തായല്ലോ. അവസരങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വളരെ പരിതാപകരമായ പ്രകടനം നടത്തി നാണം കെട്ട് പുറത്തുപോക്കാണിത്. കളിക്ക് ശേഷം ബ്രസീലിൻ്റെ നായകൻ മാർക്കിന്യോസ് മാപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഒരു പുതിയ സൈക്കിൾ ആരംഭിക്കുകയാണ്. യുവതാരങ്ങൾക്ക് സമയം കൊടുക്കണം, അവരുടെ കാര്യത്തിൽ ക്ഷമ വേണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. മത്സരശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്കൊന്ന് പോകും. അദ്ദേഹം പറയുന്നു, വിശദീകരിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളാണിത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. മത്സരം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു. ഇത്തരം മത്സരങ്ങൾ അങ്ങനെയാണ്. എല്ലാ ബോളുകളും വളരെ നിർണായകവുമാണ്. നോർവേ അഡ്വാൻറ്റേജ് മുതലെടുത്തു. ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി. ഞങ്ങൾക്ക് അവസരങ്ങൾ ലഭിച്ചപ്പോൾ മുതലെടുക്കാൻ പറ്റിയില്ല. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. ഇനി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സമയമാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ മുതിർന്ന താരങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഇതൊരു സൈക്കിളാണ്. പുതിയ സൈക്കിൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്കറിയില്ല ഇനി അങ്ങോട്ട് മുന്നോട്ടേക്ക് എന്ത് സംഭവിക്കുമെന്ന്. ഞാൻ എല്ലാവരോടും ക്ഷമ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് യുവതാരങ്ങളുടെ കാര്യത്തിൽ. അവർ പുതിയ സൈക്കിളിൽ കളിച്ചു വരുമ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ ക്ഷമ കാണിക്കണം. ബ്രസീലിയൻ ജനതയോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ഇനി നമ്മുടെ മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അടുത്ത വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങുക. ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തി. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. യുവതാരങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ വന്ന് കളി കണ്ട് ഞങ്ങൾക്ക് ആവേശം പകരാൻ വേണ്ടി ശ്രമിച്ച എല്ലാവരോടും ഞാൻ മാപ്പ് പറയുകയാണ്. നൗ ഇറ്റ്സ് ടൈം ടു മൂവ് ഓൺ എന്നാണ് ക്യാപ്റ്റൻ മാർക്കിന്യോസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ ഒരു നിരാശ മാർക്കിന്യോസിൻ്റെ വാക്കുകളിൽ ഉടനീളം തുടിച്ചിരുന്നു. വേൾഡ് കപ്പിൽ നിന്ന് അവർ പുറത്താവുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.